So good evening, all of you. So hope you can see my screen now. So today our subject is DBMS, that is Database Management Systems. It's advanced version actually. So these are the topics in the first block, first unit. Okay. So what are the objectives? What is the need or requirement for a database management system? So the traditional approach, and it is compared with the database approach. Then the architecture or the logical DBMS architecture, physical architecture, then the various data models. All these things will be discussed in the first unit. Okay. So I would like to have an interactive session. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ let us have some sharing of thoughts or something like that. Okay, so what is data actually? നിങ്ങൾ രണ്ടുപേരും IT ഫീൽഡിൽ നിന്നുള്ളവരാണോ? എനിക്ക് ഏതൊരു ലെവലിൽ നിന്ന് തുടങ്ങണം എന്നറിയാൻ ചോദിച്ചാട്ടോ. ജിബിൻ ആൻഡ് ഗോവിന്ദ്, നിങ്ങൾ കേൾക്കുന്നുണ്ട്? കേട്ടില്ല മിസ്, ഒന്നുകൂടെ പറയാവോ? നിങ്ങൾ രണ്ടുപേരും IT ഫീൽഡിൽ നിന്നുള്ളതാണോ എന്ന്? അതെ അതെ, IT ഫീൽഡിൽ നിന്നുള്ള. ഓക്കെ, ഒരാളൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോ. So can you just explain what is data, or can you define what is data? Collection of information. So information and data are same. Instruction. Okay. അല്ല, അങ്ങനെ നമുക്ക് പറയാം. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് പറയാം. ഇപ്പൊ ജിബിൻ എന്നുള്ളത് അല്ലെങ്കിൽ ഗോവിന്ദ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് എ നെയിം ആക്ച്വലി, അല്ലേ? ഇപ്പൊ ഗോവിന്ദ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു ഫേമിന്റെ നെയിം ആകാം. ഇറ്റ് മേ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ ഫേം. ഇനി ഏതെങ്കിലും ഒരു വണ്ടിയുടെ പേരാകാം. ഓക്കെ, ബട്ട് വാട്ട് ഇറ്റ് ഡിനോട്ട്സ്, ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഓക്കെ, സോ ഗോവിന്ദ് അല്ലെങ്കിൽ എന്താ ബോണി, അതൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ഡാറ്റ. ദാറ്റ് ഈസ് ഇറ്റ് ഡിനോട്ട്സ് എ നെയിം ആക്ച്വലി. അപ്പം അങ്ങനത്തെ റോ ഫാക്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് വെൻ ഐ എം കണക്ടിങ് ദാറ്റ് ഡാറ്റ to some or when the data conveys some meaning, that is name of the student is Jibin or name of the student is Bonnie, then it is conveying some meaning, alle? So at that time I can call the data as information. Is it clear? So data information, it is actually two things. Data എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റോ ഫാക്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ്. ഇപ്പൊ ഒരു ഡേറ്റ്, ആ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ May 1, 2010, വാട്ട് ഇറ്റ് ഡിനോട്ട്സ്, ഒരു ബർത്ത്ഡേ ആകാം, ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് ആകാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങിയ ദിവസം ആകാം. ഓക്കെ, പക്ഷെ അത് ഒരു ഡേറ്റ് ഞാൻ ചുമ്മാ ഇട്ടാൽ അതൊരു ഡേറ്റ് ആണെന്ന് മാത്രം എനിക്കറിയാം. പക്ഷെ വെൻ ഐ കണക്ട് ദാറ്റ് വൺ ടു സം ഡാറ്റ സെറ്റ് ഓർ സംതിങ്, അങ്ങനെ ആവുമ്പം ഇറ്റ് ബിക്കംസ് ഇൻഫർമേഷൻ. ഓർ ഇൻ ഷോർട്ട് ഐ ക്യാൻ സേ ലൈക്ക് പ്രോസസ്ഡ് ഡാറ്റ ഇസ് ഇൻഫർമേഷൻ. റോ ഫാക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ. ആ ഡാറ്റാനെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ഓർ വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു സംതിങ്, ഐ ക്യാൻ കോൾ ദാറ്റ് ആസ് ഇൻഫർമേഷൻ. സോ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മീൻസ് collection of data, and that data I am collecting that as raw matter or something. Date agam, it may be names, pinenda price agam, pinendakya quantity. Okay, depending on the entity, alle? അപ്പം അതിന്റെ കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുക. And what is a system actually? What is a system?
It is a collection of components actually. So database management system means it is a collection of components that will work together to manage data. Okay. So a database, it will be managed using some softwares or something, and that is called as, collectively called as, database management system. And traditionally, all the data management, it was done through files. നിങ്ങളുടെ കയ്യില് ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഹലോ, റെസ്പോണ്ട് ചെയ്യല്ലാത്തവരാണോ എല്ലാരും? അതോ വേറെന്തേലും പണിയിലാണോ? ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയതാണോ? അല്ലെങ്കിൽ ഇതിന്റെ കോപ്പീസ് ആണെങ്കിലും ഇ ബുക്ക് കിട്ടുമല്ലോ നിങ്ങൾക്ക്, നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമല്ലോ. അപ്പൊ സിലബസ് ഒക്കെ കണ്ടതാണോ എല്ലാരും? ഓക്കെ. ഇതിലും കൂടുതൽ തിയറി അല്ലേ മിസ് വരുന്നത്? എന്തോ? ഇതിൽ കൂടുതൽ തിയറി അല്ലേ വരുന്നത്? നോർമലൈസേഷൻ ഉണ്ട്, പിന്നെ അതിന്റെ ക്വയറീസും വരുന്നുണ്ടല്ലോ. അത് ലാസ്റ്റ് ചാപ്റ്റർ ആണോ മിസ് വരുന്നത് അതോ? ഇപ്പൊ ഞാൻ ഇന്നിപ്പം ഇത് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് നാളെ നോർമലൈസേഷൻ, നാളെ അല്ല അടുത്ത ക്ലാസ്സിൽ നോർമലൈസേഷൻ എടുക്കാന്ന് ഓർത്തിട്ടാണ്. സ്ക്രീൻ കാണാവോ? ഇല്ലല്ലേ, സോറി. ഇപ്പൊ കാണത്തില്ലേ? Okay. So this is what I have discussed now. Data, it can be facts related to any object in consideration like name, age, height. ഇതെല്ലാം നമുക്കറിയാം, ഹ്യൂമൻ ബീങ് അല്ലെ? ഇനി സ്റ്റുഡന്റ്, ഫാക്കൽറ്റി, ക്ലാസ് റൂം, ഇതെല്ലാം റിലേറ്റഡ് ടു കോളേജ്, ഇതെല്ലാം ഫാക്ട്സ് ആണ് നമുക്കറിയാം. സോ ഡാറ്റാബേസ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് ഇതിനകത്തോടെ ഒന്ന് നോക്കി പോവാം നമുക്ക്. Database means it is a collection of data, usually referred to as database. It contains information relevant to an enterprise. It is a systematic collection of data, a shared collection of logically related data, and a description of the data designed to meet the information needs of an organization. For a college database, ഞാൻ എടുക്കുന്നതെങ്കിൽ റോൾ നമ്പർ, സ്റ്റുഡന്റ്, ഏത് ബ്രാഞ്ച് ആണ് അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണ് ആ സ്റ്റുഡന്റ് പഠിക്കുന്നത് അല്ലെ, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ആയിരിക്കും ഒരു കോളേജ് ഡാറ്റാബേസിൽ കാണുക. ഒരു ഹോസ്പിറ്റൽ ഡാറ്റാബേസ് ആണെങ്കിൽ പേഷ്യന്റ്, ഏത് ഡോക്ടർ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അയാളുടെ ജെൻഡർ, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും അവിടെ കാണുന്നത്. ഇനി DBMS means it is a software system that enables users to define, create, maintain and control access to the database. Terminologies എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. Define means we have to define a database. That is, ഡാറ്റാബേസിന്റെ ഫസ്റ്റ് കോളത്തിൽ എന്ത് വേണം, സെക്കൻഡ് കോളത്തിൽ ഏത് ഡാറ്റ വേണം, അങ്ങനെ. അതാണ് നമ്മൾ ഡിഫൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റ്, മെയിൻറ്റെയിൻ, അതുപോലെ തന്നെ കൺട്രോൾ ആക്സസ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പം നിങ്ങളുടെ ഇഗ്നോയുടെ ആണെങ്കിലും നിങ്ങളുടെ ഇഗ്നോയുടെ ഓഫീസിലുള്ള സ്റ്റാഫിന് ആക്സസ് ചെയ്യാന്നല്ലേ, നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ആ ഒരു വ്യൂ ആയിരിക്കില്ല സ്റ്റുഡൻസിന് അല്ലെ. സ്റ്റുഡൻസിന് അസൈൻമെന്റ്സും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ സ്റ്റാഫിന് അങ്ങനെ ആയിരിക്കും അല്ലെ, ഒരു ഫാക്കൽറ്റി എന്തായിരിക്കും, ഈ അസൈൻമെന്റ്സ് വെരിഫൈ ചെയ്തിട്ട് they can award the marks and all, they can put the grades and all. Okay, but നിങ്ങൾക്ക് അത് പറ്റില്ല അല്ലെ. നിങ്ങൾക്ക്
അതൊരു ആക്സസ് കൺട്രോൾ ഞാൻ അവിടെ ലിമിറ്റ് ചെയ്യുവാണ്. അതായത് സ്റ്റുഡൻസിന് ഇത്ര കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി, ഫാക്കൽറ്റി ഇത്രയും കാര്യങ്ങൾ മാത്രം. പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ഇതിന് മേളിലാണ്, കുറച്ചും കൂടി ഒരു വൈഡ് വ്യൂ ആയിരിക്കും. ഓക്കെ. A DBMS, it is a collection of interrelated data and a set of programs to access those data. And the primary goal of a DBMS is to provide a way to store and retrieve database information that is both convenient and efficient. So an image, it is given there. A database, a DBMS system is used to manage that one. Various APIs. APIs എന്ന് വെച്ചാൽ എന്താ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്. നമുക്ക് ആപ്സ് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യൂസർ, അതായത് പല ആപ്ലിക്കേഷൻസിലൂടെ എനിക്ക് DBMS ആക്സസ് ചെയ്യാം. PHP ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലട്ടറോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്സോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് യൂസർ ഇന്റർഫേസസ്. അതായത് ഒരു യൂസർ ഡയറക്ട്ലി വേണമെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാം. ഓക്കെ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. നിങ്ങൾ ഏതെങ്കിലും DBMS ചെയ്തിട്ടുണ്ടോ? ഒറാക്കിളോ അങ്ങനെ എന്തെങ്കിലും, ആക്സസോ SQL സെർവറോ അങ്ങനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹലോ, ചെയ്തിട്ടില്ല. അതായത് എനിക്ക് കമാൻഡ് എഴുതിയും ചെയ്യാം, അതല്ലാതെ എനിക്കിപ്പം സെലക്ട് എന്നൊക്കെ പറഞ്ഞ് പടങ്ങളും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വഴി അങ്ങനെയും ചെയ്യാം. അപ്പം അതിനാണ് നമ്മൾ APIs എന്ന് പറയാം. അതായത് ഒരു ഇന്റർഫേസ് കാണും, അതിനകത്ത് എനിക്ക് എൻ്റർ ടേബിൾ നെയിം, അങ്ങനെ എന്താ ടേബിളിന്റെ നെയിം എനിക്ക് അവിടെ ഡയറക്റ്റ് എൻ്റർ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ. ഇപ്പൊ എന്റെ ലാപ്പയില് ഞാനിപ്പം ഇന്നിപ്പം MySQL ഒന്നും എൻ്റെ ഇൻസ്റ്റാൾഡ് അല്ല. ഞാൻ അടുത്ത ദിവസം വേണേൽ കാണിച്ചു തരാം. ഇന്നിപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇനി അതല്ല നിങ്ങളുടെ ആരുടെയും സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെങ്കിൽ എളുപ്പമുണ്ട്. ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇപ്പം അതിനുള്ള സമയമില്ല, നമുക്ക് അടുത്ത ദിവസം നോക്കാം. സോ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ DBMS ആൻഡ് എ ഡാറ്റാബേസ്. വേരിയസ് ഡാറ്റാബേസസ് ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. MySQL, MariaDB, then SQL Server, Oracle, MS Access ഉണ്ട്, അല്ലെങ്കിൽ HANA, then DynamoDB, MongoDB. അതെല്ലാം വേരിയസ് ഡാറ്റാബേസ് സിസ്റ്റംസ് ആണ് ആക്ച്വലി. ഓക്കെ. അപ്പം ഏതെങ്കിലും ഡാറ്റാബേസ് ആവട്ടെ, അതിനെ നമ്മൾ ഇതുപോലെ ഒരു കണക്ഷൻ ബ്രിഡ്ജ് കാണും. ആ കണക്ഷൻ ബ്രിഡ്ജിന് വഴി, അതായത് ഏതെങ്കിലും ഫ്രണ്ട് എൻഡ്, ഇപ്പൊ PHP ആകാം, പൈതൺ ആകാം, പിന്നെ ജാവ, അങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് ഇതിനെ കണക്ട് ചെയ്ത് ഈ ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യുവാണ് ചെയ്യുക. ഓക്കെ. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബാങ്കിങ്ങിലോ ഫിനാൻസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, എയർലൈൻസ്, വേരിയസ് എന്റർപ്രൈസസ്. ഇനി ഹലോ, കേട്ടില്ല, എന്തോ ഒന്നുകൂടെ പറയോ? ഒന്നുമില്ല. ഓക്കെ, ശരി. Now, what is the purpose of a database system? അപ്പൊ നമ്മളൊക്കെ പണ്ട് നേരത്തെ, അതായത് നിങ്ങളൊക്കെ ഏത് ഏജ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്റെയൊക്കെ കുഞ്ഞുനാളില്, അപ്പം ഒരു എന്താ, എനിക്കൊക്കെ ഒരു 10-15 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മളെല്ലാം ഓഫീസുകളിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ കുറെ ഈ പൊടി പിടിച്ച ലെഡ്ജറുകളും അല്ലെങ്കിൽ കുറെ രജിസ്റ്ററുകളും ഒക്കെയാ ഉണ്ടാവുക. ഇപ്പൊ നമ്മളിപ്പം മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലാകുമ്പോൾ എല്ലാവർക്കും സിമിലർ ആണല്ലോ. നമുക്കിപ്പം കോട്ടയം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ഒക്കെ പോകുമ്പോഴത്തേനും നമ്മൾ അവിടെ ആദ്യമേ ചെന്നൊരു ചീട്ട് എടുക്കുന്നു. അപ്പൊ ചീട്ടിന് എനിക്കൊരു നമ്പർ തരും, എന്റെ പേരും അഡ്രസ്സും എല്ലാം ഞാൻ ആ ചീട്ട് എടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്റെ പേരും എന്റെ അഡ്രസ്സും ഒക്കെ തരുമ്പോൾ എനിക്ക് അവിടെ ഒരു നമ്പർ തരും. എന്നിട്ട് എനിക്കിപ്പോ കണ്ണിന്റെ ആളെയാ കാണണ്ടെങ്കിൽ ഞാൻ അപ്പം എനിക്ക് ചീട്ടയിൽ ഒരു ഇത് തരും. അപ്പൊ ഞാൻ എന്നാ ചെന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് അവരുടെ രജിസ്റ്ററിൽ അത് കീപ്പ് ചെയ്യും.
ദെൻ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള ഒരു ടോക്കൺ നമ്പർ പോലെ തന്നിട്ട് ഞാനിപ്പോ കണ്ണിന്റെ ആളെ ഡോക്ടറെ കാണണ്ടെങ്കിൽ ഐ ബി മൂവിങ് ടു ദറ്റ് ഒഫ്താൽമോളജി അല്ലെ, അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ അഗെയിൻ അവിടെ ഇരിക്കുന്ന ആ സിസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ അറ്റൻഡറിന്റെ രജിസ്റ്ററിൽ വീണ്ടും ഐ ബി റൈറ്റിംഗ് ദ സെയിം തിങ്. എന്റെ പേര് എഴുതുന്നു, അഡ്രസ് എഴുതുന്നു, കണ്ണിന്റെ അല്ലെ അത് ഡേറ്റ് കാര്യങ്ങൾ അതെല്ലാം. ഇനി ഇത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ഡോക്ടർ എനിക്ക് മരുന്നെല്ലാം തരുന്നു. മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ ഫാർമസി പോകുന്നു. ഫാർമസി ചെന്നിട്ട് അഗെയിൻ ദ സെയിം തിങ് ഇറ്റ് ഇസ് റിപ്പീറ്റഡ്. ലൈക്ക് my name and details and the OP number, everything will be written down in the register that is kept in the pharmacy also. ഇനി എന്തെങ്കിലും ഒരു ടെസ്റ്റ് തന്നിട്ടുണ്ട്, ഒരു ലാബ് ടെസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇൻ ദ ലബോറട്ടറി ഓൾസോ ഐ വിൽ ബി ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡാറ്റ അഗെയിൻ അല്ലെ. ഈ ഡാറ്റ എല്ലാം വീണ്ടും ഞാൻ അവിടെ പോയി ചെയ്യുന്നു. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ രജിസ്റ്റർ ചെയ്തെടുത്ത് ഞാൻ എതിലെയൊക്കെ പോയി എന്നുള്ളത് അവിടെ കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തൂടെ ഞാൻ കറങ്ങി കണ്ണിന്റെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഉടനെ എന്നോട് പറഞ്ഞു ENT കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ENT എന്നുവെച്ചാൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയി. അവിടെ നിന്നുള്ള ഇത് വെച്ചിട്ട് ലാബ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാബിൽ പോയി അതിന്റെ റിസൾട്ട് വാങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കേഷൻസ് അവര് പ്രിസ്ക്രൈബ് ചെയ്തു. ആ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ, അതായത് എല്ലായിടത്തും ഞാൻ ഈ പോകുമ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഏറ്റവും പ്രശ്നം എന്താ, എന്തെങ്കിലും ഒരു ഡാറ്റ എനിക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളെ കുറിച്ചുള്ള ഈ ഇന്നയാള്, അതായത് 101 എന്ന് പറയുന്ന ഒരാള് എന്നൊക്കെ ഡോക്ടറെ കാണാൻ വന്നു, ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പം ഇപ്പോഴത്തെ ഒരു കാലത്തില് ഇതൊക്കെ ഈസിയാണ് അല്ലെ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു IP നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ OP നമ്പറോ വല്ലോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഞാൻ ഏതൊക്കെ ആശുപത്രി വഴി പോയിട്ടുണ്ടെന്ന് വരെ എനിക്ക് അറിയാൻ പറ്റും അല്ലെ. ഏത് അല്ലെ, അങ്ങനെ അത്രയും കണക്റ്റഡ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. നേരത്തെ എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല, ഒരു 20-നും 25-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ളവരാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനൊരു 10-30 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പം ആ ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ നമ്മള് ഡാറ്റാബേസിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അതാണ്. ഈ ഫയൽസ് എല്ലാം ഒന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് പല ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ എൻ്റെ ഈ സ്റ്റുഡന്റിന്റെ ഡാറ്റ ചിലപ്പം ഒരു കോളേജുകാരായിരിക്കും യൂസ് ചെയ്യുക. ഇനി അതല്ല, ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് അവർ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതല്ല, ചിലപ്പം ലാപ്ടോപ്പ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ ചിലപ്പം അവർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ ഇൻഷുറൻസ് കമ്പനിക്കാർ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എല്ലാം ഈ ഒരു സെയിം ഡാറ്റ ആയിരിക്കും. അതായത് ഇന്നയാളുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് പല ആപ്ലിക്കേഷൻസ് സെയിം ഡാറ്റ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ലെറ്റ് us see what is the purpose of a database system. So one way to keep the information on a computer is to store it in OS files. OS എന്നാന്നൊക്കെ അറിയാലോ അല്ലെ. നമുക്ക് നമ്മുടെ സിസ്റ്റമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർഫേസിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. ദിസ് ടിപ്പിക്കൽ ഫയൽ പ്രോസസിംഗ് സിസ്റ്റം ഇസ് സപ്പോർട്ടഡ് ബൈ എ കൺവെൻഷണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ സിസ്റ്റം സ്റ്റോർസ് പെർമനന്റ് റെക്കോർഡ്സ് ഇൻ വേരിയസ് ഫയൽസ് ആൻഡ് ഇറ്റ് നീഡ്സ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ടു എക്സ്ട്രാക്ട് റെക്കോർഡ്സ് ഫ്രം ആൻഡ് ആഡ് റെക്കോർഡ്സ് ടു ദ അപ്രോപ്രിയേറ്റ് ഫയൽസ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഫയൽസ് ഒക്കെ എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ എക്സലിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലത് നമ്മൾ വേർഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽസ് കാണും. അല്ലെങ്കിൽ ഇന്ന നെയിം ഉള്ള ഫയലിലായിരിക്കും ഞാൻ പോയി എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിലും എനിക്ക് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കാണും, റെക്കോർഡ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് റെക്കോർഡിൽ നിന്നാണ് എനിക്ക് ഡാറ്റ എടുക്കേണ്ടതെന്നുള്ളത്. So before database systems were introduced, organizations usually stored information in such systems, and these are the disadvantages of a file system. ഞാൻ മുമ്പേ പറഞ്ഞ ആശുപത്രിയുടെ കേസോ, ഇനിയിപ്പോ അതേ കേസ് തന്നെ ഒരു കോളേജ് അഡ്മിഷൻ എടുക്കുക. ഇപ്പൊ ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ ഓഫീസിൽ പോയി എടുക്കുന്നു. അവിടെയും ഇതേ കുറെ രജിസ്റ്റേഴ്സിലെല്ലാം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് കോഴ്സാണോ എടുത്തത് അവിടെയും പോയി എല്ലാ കാര്യങ്ങളും എഴുതുന്നു. എന്തെങ്കിലും ഒരു ഫൈനോ
അല്ലെങ്കിൽ ഇപ്പൊ ലൈബ്രറി ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ ഞാൻ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ഒരിടത്ത് നമ്മൾ അഡ്മിഷൻ എടുത്താൽ മതി. ഇപ്പം ഞാൻ അവിടുന്ന് അഡ്മിഷൻ എടുത്തിട്ട് ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിയുമ്പോൾ എവറിത്തിങ് വിൽ ബി അല്ലെ. നിങ്ങൾക്കാണെങ്കിലും അങ്ങനെയല്ലേ, നിങ്ങൾ ഓൺലൈനിലാണ് നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ഒക്കെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതാണ് നിങ്ങളുടെ കോഴ്സ് ഏതാണ്, ഇപ്പൊ BC ആണോ MC ആണോ MBA ആണോ, അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ. സോ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് ഇതാണ് ഡാറ്റ റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷന് പറയുന്ന പേരാണ് റിഡൻഡൻസി. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാളുടെ അഡ്രസ് ഒന്ന് മാറി. ഇപ്പം ഒരു സ്റ്റുഡന്റ് ആണ്, ഫസ്റ്റ് ഇയർ അയാൾ ജോയിൻ ചെയ്തപ്പം അയാളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ ഇവിടെ തന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒന്ന് മാറിയെന്ന് വെക്കുക. അത് ഈ പറയുന്നിടത്ത് എല്ലായിടത്തും അയാൾ പോയി അപ്ഡേറ്റ് ചെയ്യണം അല്ലെ. ലൈബ്രറിയിൽ, ഡിപ്പാർട്ട്മെന്റിൽ, ഓഫീസിൽ. ഇപ്പം അയാൾ ലാബ് ഉണ്ടെങ്കിൽ ആ ലാബ് സബ്ജക്റ്റ് ആണ് അയാൾ എടുത്തിരിക്കുന്നെങ്കിൽ അവിടെ അല്ലെ, എല്ലായിടത്തും ഇത് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID മാറി, അല്ലെങ്കിൽ താമസിക്കുന്ന അഡ്രസ്സ് മാറിയാൽ ഒരിടത്ത് അപ്ഡേറ്റ് ചെയ്ത് വേറൊരിടത്ത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയെന്ന് വരില്ല. സോ അതാണ് ഇൻകൺസിസ്റ്റൻസി. അതുപോലെ തന്നെ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പലയിടത്തും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. ഇന്റഗ്രൽ ആയിരിക്കില്ല ഡാറ്റ. അതുപോലെ എനിക്ക് ഡാറ്റ ആറ്റമിക് അല്ല. ഇതൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ, ഓരോ ടേംസ്. കൺകറന്റ് ആക്സസ് അനോമാലീസ്, സെക്യൂരിറ്റി പ്രോബ്ലംസ്, ഓൾ ദീസ് തിങ്സ് ആർ വേരിയസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഫയൽ സിസ്റ്റം. Major disadvantages of keeping information in file processing system. First one is data redundancy. That is, the same information may be duplicated in several places or files. And ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യണ്ടേ. എത്ര റെക്കോർഡിൽ എഴുതുന്നോ അത്രയും റെക്കോർഡ്സ് നമ്മൾ സ്റ്റോറേജിനും കൂടെ സ്ഥലവും സമയവും ഒക്കെ കണ്ടെത്തണം. Data inconsistency means various copies of the data, same data may no longer agree. ഞാൻ മുമ്പേ അഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ. A change in one place is not reflected elsewhere in the system. Then difficulty in accessing data. Example, to find out the names of all students who live within a particular postal code area. ഒരൊറ്റ ഒരു ക്വറിയിൽ എനിക്ക് പണ്ടത്തെ സിസ്റ്റത്തിൽ എനിക്കത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ദെൻ ഡാറ്റ ഐസൊലേഷൻ. ഡാറ്റ പലയിടത്തായതുകൊണ്ട് പല ഫോമാറ്റിലും ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഡാറ്റാനെ റിട്രീവ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്റഗ്രിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഇപ്പം account balance of a department may never fall below 0. In file system, developers enforce these constraints in the system by adding appropriate code in the various application programs. പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ ഏതിലൊക്കെയാണ് സീറോ ബാലൻസ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ കോർ ബാങ്കിങ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. നെറ്റ് ബാങ്കിങ് ഒക്കെ ഒരു കുറച്ച് നാളിലേ ആയുള്ളൂ, ഒരു 10-15 വർഷമൊക്കെ അല്ലേ ആയുള്ളൂ ഈ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വന്നിട്ട്. അപ്പൊ അതിന് മുന്നത്തെ ഒരു കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പത്തെ കാര്യങ്ങളായിരിക്കും. Then atomicity problems. It is difficult to ensure atomicity in a conventional file processing system. Atomicity എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ഒരു 500 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പം എനിക്ക് ഒരിക്കലും ഒരു പകുതി, അതായത് അവിടുന്ന് എവിടുന്നാണോ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് അവിടുന്ന് അത് ഡെബിറ്റ് ആയി, പക്ഷെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ആൾക്ക് അത് ക്രെഡിറ്റ് ആയുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒരിക്കലും ഒരു ഡാറ്റാബേസിനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പകുതി എന്നുള്ളൊരു സിസ്റ്റം ഇല്ല നമുക്ക്. ഒന്നുകിൽ എന്തെങ്കിലും പവർ ഫെയിലിയറോ അല്ലെ നെറ്റ്വർക്ക് ഫെയിലിയറോ വന്നാൽ ഐദർ ഐ ഹാവ് ടു ക്യാൻസൽ ദാറ്റ് വൺ, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് ഒന്നുകിൽ കംപ്ലീറ്റ്, അല്ലെങ്കിൽ അതായത് ഇത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ്. പാർഷ്യൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് ഇല്ല. If a system failure occurs during the execution of a program, it is possible that the 500 was removed from the balance of the department A, but was not credited to the balance of department B, resulting in an inconsistent database state. It is essential to database consistency that either both the credit and debit occur or neither. ഒന്നുകിൽ അത് ക്രെഡിറ്റ് ആവണം, ഡെബിറ്റ് ആകണം, അല്ലെങ്കിൽ ഇത് രണ്ടും അവിടെ സംഭവിക്കാതിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ആറ്റമിക് എന്ന് പറയുക. That is, it must happen in its entirety or not at all. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും നമുക്ക് സിലബസിനകത്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കിത് പറയാതെ പറ്റത്തില്ല കേട്ടോ.
Then concurrent access anomalies. Consider Department A with an account balance of $1,000. If two department clerks debit the account balance, അതായത് 500ഉം 100ഉം of Department A at almost exactly the same time, the result of the concurrent executions may leave the balance in an incorrect or inconsistent state. കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ട് ബാലൻസിൽ ഡിപ്പാർട്ട്മെന്റ് എയുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് $1000 ഉള്ളത്. 2 ഡിപ്പാർട്ട്മെന്റ് ക്ലർക്സ് അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് ചെയ്യുക. അതായത് ഒരേ സമയത്ത് തന്നെ ഒരാൾ 500ഉം ഒരാള് 100ഉം അത്രയും രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് വലിക്കുകയാണ്. അപ്പോ 500 രൂപ വലിച്ചപ്പം ഇവർ രണ്ടുപേരും കയറുമ്പോൾ 1000 ആയിരിക്കും ബാലൻസ് കാണുക. അപ്പോ ഫസ്റ്റ് ക്ലർക്ക് 500 വലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ശരിക്കും അവിടെ 1000 കണ്ടുകൊണ്ടാണ് മറ്റേ ആളും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ 100 രൂപ ട്രാൻസ്ഫർ ചെയ്യുവാണ് അല്ലേ? അപ്പോ ചിലപ്പം ചിലപ്പം അതിന്റെ കേസിൽ ആ ബാലൻസ് റീഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ് ഒക്കെ ചിലപ്പം വരാമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. Not every user of the database system should be able to access all the data. Access rights is different for different database users. This ensures security which is not in file system. അപ്പം നമുക്ക് ഒരിക്കലും ഒരു ബുക്ക് ഒരാൾ തുറന്ന് നോക്കരുതെന്ന് ഒരിക്കലും നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ലെഡ്ജേഴ്സ് അങ്ങനത്തെ ഇതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ കൊടുത്തിട്ട് ഓരോരുത്തർക്കും നമുക്ക് പല വ്യൂസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഡാറ്റ ഇന്റഗ്രിറ്റി, റോൾ ബാക്ക്, സെക്യൂരിറ്റി, കൺകറൻസി കൺട്രോൾ, ബാക്കപ്പ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. ആദ്യത്തത് ഡാറ്റ ഇന്റഗ്രിറ്റി ആണ്. ആക്യുറസി ഓർ കറക്റ്റ്നെസ് ഓഫ് ഡാറ്റ. ഡാറ്റാബേസിന് നമുക്ക് ഈ ആ കോളം അല്ലെ, നിങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുന്ന അല്ലെ, ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചില ഫീൽഡുകൾ ഫില്ല് ചെയ്യാതെ നമ്മളെ കൊണ്ട് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുകയല്ല അല്ലെ. അതുപോലെ നിങ്ങൾക്കാണേലും നിങ്ങളിത് ഫില്ല് ചെയ്യുമ്പോഴത്തേനും പാസ്വേഡ് ഒക്കെ ആണേലും ഇത്ര ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ നമുക്ക് നിർബന്ധം പറയാം. അതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ നമ്പർ ആവാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് വേണം. അങ്ങനെയൊക്കെ എനിക്ക് കൺസ്ട്രെയിന്റുകൾ ഇത് ചെയ്യാം. അതുപോലെ യൂസർ നെയിം റിപ്പീറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ യൂസർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നതിന് മുമ്പ് DBMSന് ഡാറ്റാനെ ചെക്ക് ചെയ്യാം. എന്നിട്ടാണ് യൂസറിനോട് അത് റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നുകൂടെ എൻ്റർ ചെയ്യാനൊക്കെ നമ്മളോട് എപ്പോഴും പറയത്തില്ലേ, അതൊക്കെ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്യാനായിട്ട് പ്രൊവിഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അനുവാദം കൊടുക്കാത്ത ഒരാൾക്ക് ആ ഡാറ്റ കാണാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കാം. ഒരേ ഡാറ്റാനെ പലർക്ക് ഒരേ സമയത്ത് മോഡിഫൈ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ ഒക്കെ സമ്മതിക്കാം. നമ്മൾ ട്രെയിനിന്റെ ഫ്ലൈറ്റിന്റെയും അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ലേ അല്ലേ, സോറി, അല്ലെങ്കിൽ നമ്മള് ഫിലിം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ടല്ലോ. ഞാൻ ആ ഇതേല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരാൾ എടുക്കില്ല അല്ലെ, അത് എനിക്ക് വേണ്ടിയിട്ട് അത് ലോക്ക്ഡ് ആയിരിക്കും. അപ്പൊ ഞാനിപ്പം അല്ല, നിങ്ങളെല്ലാം ടിക്കറ്റ് ട്രെയിനിലോ അല്ലെങ്കിൽ ഇതിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്ലാഷ് സെയിൽസ് ഒക്കെ കണ്ടിട്ടില്ലേ, ആമസോണിന്റെയും ഒക്കെ ഫ്ലാഷ് സെയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാ. അപ്പൊ അവിടെ ഒക്കെ നമ്മള് ഈ ഓരോ സെക്കൻഡിലും അവരത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും അത് എടുത്താൽ അന്നേരം അത് അല്ലെ, ഇപ്പൊ നിങ്ങൾ തൽക്കാലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മള് അത് ഓപ്പൺ ആകുന്ന സമയത്ത് 100 എണ്ണം അല്ലെങ്കിൽ അവൈലബിൾ എന്ന് പറഞ്ഞ് കണ്ട് എല്ലാം ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേനും തീർന്നെന്ന് പറഞ്ഞു വരും. കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പം ഇതെല്ലാം ഒരു കൺകറൻസിയുടെ ഒരു റിസൾട്ടുകളാണ് അതൊക്കെ. ദെൻ ബാക്കപ്പ്, കോപ്പീസ് ഫോർ സെക്യൂരിറ്റി,
ക്യാൻ ടേക്ക് അല്ലെ, നമ്മൾ എപ്പോഴും നമ്മുടെ വാട്സാപ്പിനും അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ബാക്കപ്പ് വെക്കാറുണ്ട് അല്ലെ. നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പ്രൊജക്ടിന്റെ കോപ്പി നിങ്ങൾ ഒന്നുകിൽ പെൻ ഡ്രൈവിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗിറ്റ് ഹബിലൊക്കെ നിങ്ങൾ പുഷ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ഡാറ്റയുടെ കോപ്പി നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ മാറ്റി വെക്കാറുണ്ട്. Then data independence. DBMS provides an abstract view of the data that hides some details which are related with. ഈ abstract view എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കൊന്ന് നിങ്ങളുടെ ശബ്ദം കൂടെ കേട്ടാൽ നല്ലതായിരുന്നു കേട്ടോ. What is abstract view? നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ? അല്ലെ നമ്മൾ നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയാമെന്ന് വെച്ച് ലാപ്ടോപ്പിന്റെ അകത്തെ വർക്കിംഗ് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അതായത് പവർ ബട്ടണെ പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ പവർ എങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സർക്യൂട്ട് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഏതൊക്കെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കാർ ഓടിക്കാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ അറിയായിരിക്കും, അല്ലെ സ്കൂട്ടർ ഓടിക്കാൻ അറിയാം. പക്ഷെ ആ ഇഗ്നിഷൻ കീയിൽ നമ്മൾ കീ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ആ കാർബറേറ്ററിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പെട്രോൾ നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നിന്ന് നമ്മുടെ ആ ഒരു ഫ്യൂവൽ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് എങ്ങനെയാണ് ആ ഫ്യൂവല് പാസ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഈസ് ബേൺഡ്, അങ്ങനത്തെ കാര്യങ്ങളിലെ കുറിച്ചൊക്കെ നമ്മൾ ലീസ്റ്റ് ബോധേഡ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഓരോ ദിവസവും എനിക്ക് അതൊക്കെ കണ്ടുകൊണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. ജസ്റ്റ് അബ്സ്ട്രാക്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ അത് യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ റെയിൽവേയുടെ ഒക്കെ ആണെങ്കിലും സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്, ഏത് അൽഗോരിതം അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് അതിന് ആപ്പിൽ ഒരു അക്കൗണ്ട് എടുക്കുക, അതിനകത്ത് ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്യുക, പേയ്മെന്റ് നടത്തുക, അതിന്റെ സർവീസസ് എൻജോയ് ചെയ്യുക, അത്രയല്ലേ നമ്മൾ ചെയ്യുന്നേ. അപ്പം അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പം അതിന്റെ പിന്നിൽ ഒരുപാട് ഡാറ്റയും ഒക്കെ പ്രോഗ്രാംസും എല്ലാം ഉണ്ട്. സോ ദ യൂസർ വിൽ ഓൺലി ബി ഗെറ്റിംഗ് ആൻ അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ദ സിസ്റ്റം. സോ ഓൾ ദ അതർ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് വിച്ച് ആർ റിലേറ്റഡ് വിൽ ബി ഹിഡൻ. ഓക്കെ, അപ്പൊ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ മേജർ പേർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്, യൂസറിന് അബ്സ്ട്രാക്ട് വ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസറിന്റെ അടുക്കൽ നിന്ന് അവര് ഹൈഡ് ചെയ്യുമായിരിക്കും ചെയ്യുക. ഓൺലി ദ തിങ് ഇസ് ദാറ്റ് ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ മാത്രം കൊടുക്കും. ഇവിടെ ഉണ്ടല്ലോ എല്ലാരും, ഞാൻ അപ്പുറത്തെ സ്ക്രീനില് ഒന്നും കാണത്തൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ അതോ ആണോ? ഓക്കെ ഓക്കെ, കാരണം ഇത് PPT ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സ്ക്രീനിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് കാണത്തില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൂടെ ഉണ്ട്, എല്ലാരും പോയോന്നൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് വ്യൂ ഓഫ് ഡാറ്റ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു ഡാറ്റ സ്ട്രക്ചർ വേണം ഈ ഡാറ്റാനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെ. നമുക്കറിയാം, നമുക്ക് വീട്ടില് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് അല്ലെ. നമ്മൾ ചോറുണ്ടാക്കുന്ന പാത്രത്തിലാണോ നമ്മൾ മീൻകറി വെക്കുന്നത്? അല്ല. അതുപോലെ തന്നെ മീൻകറി വെക്കുന്ന പാത്രത്തിലല്ല ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് അല്ലെ. നമുക്ക് ചീനച്ചട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഈ മൺചട്ടി ഉണ്ട്, ഈ ഫ്രൈങ് പാൻ ഉണ്ട്, അപ്പച്ചട്ടി ഉണ്ട് അല്ലെ. അങ്ങനത്തെ പലതരം പാത്രങ്ങളുണ്ട്. വെള്ളം തിളപ്പിക്കാൻ ഞാൻ ഒരിക്കലും അപ്പച്ചട്ടി ആയിരിക്കുകയല്ല യൂസ് ചെയ്യുന്നത്. അതുപോലെ പുട്ടുകുറ്റിക്കകത്ത് ഒരിക്കലും ഞാൻ അപ്പം ചുടുകയല്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഡാറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്
ഈ ഡാറ്റാനെ സൂക്ഷിക്കാനുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാത്രം, അതിനാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഡാറ്റാനെ സ്റ്റോർ ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും ഏറ്റവും നല്ല സ്ട്രക്ചർ, അതിപ്പോ ഡാറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അറേ ആകാം, അല്ലെങ്കിൽ വേരിയബിൾസ് ആകാം, പോയിന്റേഴ്സ് ആകാം, ലിങ്ക്ഡ് ലിസ്റ്റോ, അങ്ങനത്തെ പല ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ബി ട്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതെല്ലാമാണ് നമ്മുടെ DBMS പാത്രങ്ങൾ. ഓക്കെ, അപ്പം so for efficient retrieval of complex data, database need a good data structure to represent the data. Developers hide the complexity from the users through several levels of abstraction to simplify users' interaction with the system. അതായത് ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഈ ഡെവലപ്പേഴ്സ് കീപ്പ് ചെയ്യും. അപ്പം അത്രയും യൂസർ അറിഞ്ഞാൽ മതി എന്നുള്ള ഇതില്. അപ്പം ഡാറ്റ ഇൻ DBMS നമ്മൾ 3 രീതിക്കാണ്, അല്ലെ 3 ലെവലിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ ഹൈ ലെവൽ നമ്മൾ പറയും. അപ്പൊ അതൊരു ഫിഗറിൽ കാണിക്കുവാണെങ്കിൽ അതാ ഇങ്ങനെ വരും. അതായത് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതായത് സീറോസ് ആൻഡ് വൺസ്, ആ ഒരു കാര്യം ഒരിക്കലും ഒരു യൂസർ അറിയണ്ട. യൂസർ എപ്പോഴും ഈ ഒരു വ്യൂ ലെവലിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഇത് ഈ ലെവലിന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫിസിക്കൽ ലെവൽ, അതായത് നമ്മൾ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിലോ ഇതുകൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ലെവലാണ്. ഓക്കെ, നമ്മൾ ഡിസ്കിലാണോ അതോ നമ്മുടെ മെമ്മറി ഫയൽ സിസ്റ്റത്തിലാണോ ഇത് സ്റ്റോർ ചെയ്യുന്നത്, അതാണ് ഫിസിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഡാറ്റകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഡാറ്റ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, പല ടേബിളുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളെല്ലാം മെൻഷൻ ചെയ്യുന്ന ഒരു ലെവലാണ് ഏതാ ലോജിക്കൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. വ്യൂ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ഒരു യൂസർ, ഇപ്പൊ വ്യൂ 1 എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പം ഒരു സ്റ്റുഡന്റ് ആയിരിക്കും ഇത് വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ചിലപ്പം ഒരു സ്റ്റാഫ് ആയിരിക്കും. ഇത് മൗസ് വെച്ച് എഴുതുമ്പോഴത്തേന് ഇതിൽ കൂടുതലൊന്നും എനിക്ക് എഴുതാൻ അറിയത്തില്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഡിവൈസ് ഒക്കെ വേണം. സ്റ്റാഫ്. ഇനി ഇത് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവര് വ്യൂ ചെയ്യുന്നത് വേറൊരു വ്യൂ ആയിരിക്കും. ഓക്കെ, ഇപ്പം സ്റ്റുഡന്റിന്റെ വ്യൂവും സ്റ്റാഫിന്റെ, ഇവരെല്ലാം വ്യൂ ചെയ്യുന്ന സെയിം ഡാറ്റ ആയിരിക്കും. പക്ഷെ അവര് ഇതിന്റെ കാര്യങ്ങൾ, ഈ താഴോട്ടുള്ള കാര്യങ്ങൾ അവർ ബോധർ ചെയ്യേ വേണ്ട. ലോജിക്കലി എന്തൊക്കെ തമ്മിലാണ് കണക്ഷൻ ഉള്ളതെന്നോ ഫിസിക്കലി അത് എവിടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും യൂസർ അറിയേ വേണ്ട, അല്ലെ? ഇവിടെ യൂസർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഇനി അതുപോലെ തന്നെ വേരിയസ് ആപ്ലിക്കേഷൻസും ആകാം. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആൻഡ്രോയിഡ് ആപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ആകാം. അപ്പൊ ആപ്ലിക്കേഷൻസിനുള്ള വ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ മെൻഷൻ ചെയ്തേക്കുന്നത്. ഫിസിക്കൽ ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ലെവല്. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെവലാണ്. എക്സ്റ്റേണൽ സ്കീമ അല്ലെ കൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതാണ് ഹൈ ലെവൽ. അതാണ് എക്സ്റ്റേണലി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു, അതായത് ഇവിടെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഡാറ്റ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് സി, അതാണ് ഈ ഒരു ലെവലിൽ വരിക. ഇനി വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ്, അതായത് ഡാറ്റയുടെ സിമാൻറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റയുടെ റിലേഷൻഷിപ്സ് എല്ലാം മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു ലെവലാണ് ലോജിക്കൽ ലെവൽ. എന്താ സിമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമാൻറ്റിക്, സിൻടാക്സ് ഉണ്ട്, സിമാൻറ്റിക്സ് ഉണ്ട്. എന്താ സിൻടാക്സ്, എന്താ സിമാൻറ്റിക്സ്? പറയൂ. സിൻടാക്സ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാമർ അല്ലേ? ആണോ? അതായത് ഇസും വാസും അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് കറക്റ്റ് എല്ലായിടത്തും വെച്ചിട്ടുണ്ടോ അല്ല ഇട്ടിട്ടുണ്ടോ അത് നോക്കുന്നതാണ് സിൻടാക്സ് എന്ന് പറയാം. സെമാൻറ്റിക് എന്ന് പറഞ്ഞാല് അത് കറക്റ്റ് മീനിങ് ആണോ അത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആ ലാംഗ്വേജില് ആ വേർഡിന്റെ മീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ആ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ, കറക്റ്റ് മീനിങ് തന്നെയാണോ അത് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ സിമാൻറ്റിക്സിനകത്ത് പറയുക. Now let us see more in this physical level. Physical level summarizes how relations described in the conceptual schema are actually stored on secondary storage devices such as disk and tapes, or how the data are actually stored. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ ലെവലിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഡിസ്കിൽ തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും ടേപ്പിലാണോ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് വരുന്നത്, അതായത് ഫിസിക്കൽ ലെവലിൽ വരുന്നത്. ഇനി ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് രണ്ട് ടേബിൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഇൻഫർമേഷൻ ആണ് ഡാറ്റാബേസിൽ വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാമാണ് ലോജിക്കൽ ലെവലിനകത്ത് വരിക. അതായത് ഇപ്പോൾ ഒരു കൺസെപ്റ്റൽ സ്കീമ ഒരു എക്സാമ്പിൾ ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്, സ്റ്റുഡൻസ്, ഇപ്പം സ്റ്റുഡന്റിന്റെ ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെ റിലേഷൻ ആണ് നമ്മൾ ആ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അല്ല ചെയ്യുന്നത്, അതാണ് നമ്മൾ അതിൽ വരിക. എക്സ്റ്റേണൽ ഇത് എസ്സേ ചോദിക്കുന്നതാണ് എപ്പോഴും. ആ ഇമേജും വരയ്ക്കണം, അതുപോലെ തന്നെ ഈ വ്യൂ എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. Highest level of abstraction describes only part of the entire database. Many users of the database system do not need all this information. Only a part of the database is required. അപ്പൊ നമുക്ക് ഈ എന്താ ഡിഫറെന്റ് എന്താ യൂസറിന്റെ ഇന്ററാക്ഷൻ ഏറ്റവും സിമ്പിൾ ആക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഒരേ ഡാറ്റാബേസിന് തന്നെ പല വ്യൂസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക. അപ്പം any given database has exactly one conceptual schema and one physical schema. അതായത് ഇത് പക്ഷെ വ്യൂ ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത് കുറെ എണ്ണം കാണും. ഒരു കൺസെപ്റ്റുവൽ സ്കീമയും ഒരു ഫിസിക്കൽ സ്കീമായും ഉള്ളൂ, പക്ഷേ എക്സ്റ്റേണൽ സ്കീമ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ യൂസറിനും ഓരോന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് ഇൻസ്റ്റൻസസ്. അതായത് ഇൻസ്റ്റൻസ് നിങ്ങളുടെ സിലബസിൽ അടുത്ത ബ്ലോക്കിൽ അടുത്ത യൂണിറ്റിലോ മറ്റാ വരുന്നത്. എന്നാലും ഇപ്പൊ ഞാൻ കോളേജിലെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇസ് കോൾഡ് ആൻ ഇൻസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തു, അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിന്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ അതിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ ഒരു മൊമെന്റിൽ, അതാണ് അതിന്റെ ഇൻസ്റ്റൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സ്നാപ്ഷോട്ട് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. The data in the database at a particular moment in time is called a database state or snapshot. നമ്മൾ സ്ക്രീനിന്റെ ഒക്കെ നമ്മൾ എന്താ സ്നാപ്ഷോട്ട് എടുക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ പ്രിന്റ് സ്ക്രീൻ ഒക്കെ എടുക്കാറുണ്ട്. ആ സമയത്ത് സ്ക്രീനിൽ എന്നൊക്കെ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ കറന്റ് സെറ്റ് ഓഫ് ഒക്കറൻസസ് ഓർ ഇൻസ്റ്റൻസസ്. ഇനി അടുത്ത വേറൊരു സംഭവം സ്കീമയാണ്. ഞാനൊന്ന് നോക്കട്ടെ, ഇത് ഇപ്പം ഇതിലേക്ക് പോകണോ, അല്ലെ അതും കൂടെ പറഞ്ഞേക്കാം. സ്കീമ എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഡാറ്റാബേസിന്റെ ഡിസൈൻ പറയുന്ന പേരാണ് സ്കീമ. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു സ്കീമ അതാ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് വരേണ്ട കോളം നെയിം ആണ്, സ്റ്റുഡന്റ് നമ്പർ, ക്ലാസ്, മേജർ. കോഴ്സ് എന്ന് പറയുന്ന വേറൊരു ഡാറ്റാബേസ് ആണ്, അല്ലെ ടേബിൾ ആണ്. അതില് കോഴ്സ് നെയിം, കോഴ്സ് നമ്പർ, ക്രെഡിറ്റ് അവേഴ്സ്, ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനാണ് നമ്മൾ ഡിസൈൻ ഓഫ് ദ ഡാറ്റാബേസ് നമ്മൾ പറയുന്ന പേരാണ് സ്കീമ. ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡാറ്റാബേസ് ഇസ് കോൾഡ് ദ ഡാറ്റാബേസ് സ്കീമ വിച്ച് ഇസ് സ്പെസിഫൈഡ് ഡ്യൂറിംഗ് ഡാറ്റാബേസ് ഡിസൈൻ. അപ്പൊ നമ്മൾ അത് പിന്നെ ഒരിക്കലും അത് നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ,
ഞാൻ നിങ്ങളുടെ ഇതും കൂടെ ഒന്ന് നോക്കട്ടെ. നിങ്ങളുടെ ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് നീഡ് ഫോർ എ ഡാറ്റാബേസ് സിസ്റ്റം, പിന്നെ ഫയൽ ബേസ് സിസ്റ്റം, ലിമിറ്റേഷൻസ് ഓഫ് ഫയൽ ബേസ് സിസ്റ്റം, ഡാറ്റാബേസ് അപ്രോച്ച്, അതിൽ ലോജിക്കൽ DBMS ആർക്കിടെക്ചർ, 3-level ആർക്കിടെക്ചർ ഓഫ് DBMS അല്ലെങ്കിൽ ലോജിക്കൽ DBMS ആർക്കിടെക്ചർ, അത്രയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകുന്നത് മാപ്പിംഗ്സ് ബിറ്റ്വീൻ ലെവൽസ് ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്, ലെവൽ ഫോർ 3-level ആർക്കിടെക്ചർ. അത് ഓൾറെഡി പറഞ്ഞു. അതായത് ആ പല വ്യൂസ് നമുക്ക് യൂസറിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ആ ബ്ലോക്കിനകത്ത് വരിക ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ ആണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ, പിന്നെ വരുന്നതാണ് ഡാറ്റ മോഡൽസ്. ഓക്കെ, ഇപ്പോ സ്ക്രീൻ ഇതാ കാണുന്നത് അല്ലേ? ഇപ്പൊ ഡാറ്റ മോഡൽസിലെ കാണുന്നത്. സ്ക്രീൻ കാണാനല്ലേ? ഓക്കെ, സോ ലെറ്റ് us see the different data models now. അത് കഴിഞ്ഞ് ഇതിലേക്ക് പോവാം, അതിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. സോ ഡാറ്റ മോഡൽസ്, റിലേഷണൽ ഡാറ്റ മോഡൽ. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ടേബിൾസ്, അതായത് ഡാറ്റയും ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടേബിൾസിനാണ് നമ്മൾ റിലേഷണൽ മോഡൽ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ടേബിൾ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് റിലേഷൻസ്. ഓരോ ടേബിളിലും നമുക്ക് കുറെ കോളംസ് ഉണ്ട്. ഓരോ കോളമിനും ഒരു യുണീക് നെയിമും കാണും. അപ്പൊ ഇത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ആണെങ്കിൽ സ്റ്റുഡന്റ്, ഇത് സ്റ്റുഡന്റിന്റെ എന്താ സ്റ്റുഡന്റിന്റെ നമ്പർ, അതുപോലെ തന്നെ നെയിം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ദെൻ ഏജ്,
അപ്പൊ ഞാന് 101 നെയിം ഞാന് അനു, ഞാന് 10 വയസ്സിന് കൊടുക്കുവാണ്. അടുത്തത് 102 ഞാന് ബിനു, അഗെയിൻ ഏജ് 10. ഓക്കെ, ഇപ്പൊ ഇതില് നമുക്ക് കാണാം റോൾ നമ്പർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, നെയിം എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ഏജ് എന്ന് പറഞ്ഞ വേറൊരു കോളം ഉണ്ട്. ഏജ് എന്ന് പറയുന്ന കോളത്തില് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ അല്ലെ? അവിടെ എനിക്ക് കൊണ്ട് നെയിം എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓരോ കോളത്തിനും നമ്മളൊരു നെയിം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ ലാസ്റ്റത്തെ ഈ കോളത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് ഏജ് എന്നുള്ളതാണ് അല്ലെ? ഇത് ഏജ് എന്ന് പറയുന്ന കോളമാണ്, ഇത് നെയിം എന്ന് പറയുന്ന കോളമാണ്, അതുപോലെ ഇതെന്ന് പറയുന്നത് റോൾ നമ്പർ എന്ന് പറയുന്ന കോളമാണ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ റിലേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡലിനാണ് നമ്മൾ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഉണ്ട്, ER മോഡൽ. നമുക്ക് കുറെ എൻറ്റിറ്റീസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്സും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു മോഡലാണ് ആക്ച്വലി ER മോഡൽ. ഈ ER മോഡലും ഇതിന്റെ ബേസിലാണ് നമ്മൾ നോർമലൈസേഷൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോർമലൈസേഷൻ ഞാൻ നാളെ എടുക്കുന്നത്. അപ്പൊ ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ക്ലിയർ ആണെങ്കിലേ ഉള്ളൂ നോർമലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഇപ്പൊ എടുക്കാം. ദെൻ ഒബ്ജക്ട് ബേസ്ഡ് ഡാറ്റ മോഡൽ ഉണ്ട്, അതായത് ഒബ്ജക്ട്സും ആട്രിബ്യൂട്ട്സും ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ മോഡൽ ഉണ്ട്. പിന്നെ ഡാറ്റാബേസിന് പല ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അനലിസ്റ്റ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ പലര് കാണും. ഓക്കെ, അപ്പം ഇത് അതിന്റെ ഒരു ഫിഗർ ആണ്. അതായത് ഇതുമായിട്ട്, അതായത് നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അതായത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇത് മൊത്തത്തിലാണ് നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിലേക്ക്, സോഫ്റ്റ്വെയറിനകത്തുനിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ക്വറീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്യാം. അപ്പം ഈ ഡാറ്റാബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇനി യൂസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. നമുക്ക് നെയ്വ് യൂസേഴ്സ് ഉണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ആ ഡാറ്റാബേസിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്കാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറയുക. നെയ്വ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്ത യൂസേഴ്സ്, അതായത് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത ഒരു ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇപ്പം നമ്മള് ഈ ആനന്ദഭവനിലോ ഒക്കെ നമുക്ക് ടേക്ക് അവേസ് ഉണ്ടല്ലേ, അവിടെ തന്നെ സ്ക്രീൻ ഉണ്ട്, ജസ്റ്റ് അതേല് ഒന്ന് കുത്തിയാൽ മതി. എനിക്ക് എമൗണ്ടും അതുപോലെ തന്നെ എത്ര എണ്ണം വേണം, ഏത് ഐറ്റം ആണെന്നുള്ള ചൂസ് ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് അധികം ക്യൂവില് പോയി നിൽക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് പാഴ്സൽ ആണെ പാഴ്സല്, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനാണെ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അപ്പം അതൊരു എൻഡ് യൂസർ ആണ്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലെ യൂസർ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇത് എങ്ങനെ ഇതിന്റെ വർക്കിംഗ് ഒക്കെ അറിയണമെന്നുണ്ടോ, അവര് ജസ്റ്റ് പ്രോജക്റ്റിന്റെ കോഡ് എഴുതുന്നു, എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുന്നു അല്ലെ, പേയ്മെന്റ് ടോട്ടൽ അത് എങ്ങനെയാ, GPay ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ, അതിന്റെ ബാലൻസും കൊടുത്ത് അത്രയും മാത്രം അവരറിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനത്തെ യൂസേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ, അതായത് ഫീൽഡുകൾ മാത്രം ഫില്ല് ചെയ്യുന്നു, അതിന്റെ സർവീസസ് അവൈൽ ചെയ്യുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് നെയ്വ് യൂസേഴ്സ് എന്ന് പറയുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ അറിയാം, എന്നാൽ ഫുൾ ഇതിന്റെ കാര്യങ്ങളൊട്ട് അറിയത്തുമില്ല. അങ്ങനത്തെ യൂസേഴ്സിനാണ് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുക. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യുന്നില്ല,
പക്ഷെ അത്യാവശ്യം ഒരു ഡാറ്റ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാനും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് യൂസേഴ്സ്, അതാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. അതായത് ക്വറി എഴുതാനും അല്ലെങ്കിൽ DBMS ലാബ് ഒക്കെ ചെയ്യാനൊക്കെ അറിയാവുന്നവർ, അവരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഇനി സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്, അവർക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്ത് അതിനകത്തുനിന്ന് ഡാറ്റ എടുക്കാനും അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ അറിയാവുന്നവരാണ് സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ്. ഇനി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലും അതുപോലെ തന്നെ എല്ലാ ഡാറ്റയിലും ഒക്കെ കൺട്രോൾ ഉള്ളവരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ ഡാറ്റാബേസ് യൂസേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒക്കെ അവരുടെയൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് സ്കീമ ഡിഫൈൻ ചെയ്യുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ ഓഫ് ദ അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ദ ഡാറ്റാബേസ്. അത് ചെയ്യുന്ന ആളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ തന്നെ സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ് മോഡിഫിക്കേഷൻ, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്യുന്നതും പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ മെമ്മറി ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാൻഡ് ചെയ്യുകയും റിവോക്ക് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇനി സിസ്റ്റം അനലിസ്റ്റുകളുണ്ട്, അവരാണ് ഇതിന്റെ നീഡ് അനുസരിച്ച് ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുന്നവര്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അവര് ഇപ്പം PHP പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമേഴ്സ്, അവരാണ് ഇത് എൻഡ് യൂസേഴ്സിന് ആക്സസ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പാക്കേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നവര്. ഓക്കെ, ഇനി നമുക്ക് DBMSന്റെ ആർക്കിടെക്ചർ ആണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് DBMS ആർക്കിടെക്ചർ ആണുള്ളത്. സിംഗിൾ ടയർ, 2 ടയർ, 3 ടയർ. സിംഗിൾ ടയർ എന്ന് വെച്ചാൽ ലെയർ എന്നാണ് അതിന്റെ അർത്ഥമേ. നമുക്ക് ഡാറ്റാബേസ് ഓൾറെഡി നമ്മുടെ ക്ലയന്റിന്റെ മെഷീനിലുണ്ട്. ക്ലയന്റിനോട് റിക്വസ്റ്റ് ചെയ്തത് വേറെ നെറ്റ്വർക്ക് ഒന്നും വേണ്ട, ആ സിസ്റ്റത്തിൽ തന്നെയാ ഉള്ളത്. ഓക്കെ, അതിനാണ് നമ്മൾ സിംഗിൾ ടയർ എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ടയർ എന്ന് പറഞ്ഞാൽ 2 ലെയറാണ്. ഓക്കെ, അതായത് ഡാറ്റാബേസ് സിസ്റ്റം ഉണ്ട്, അത് സെർവറിൽ ഉണ്ടാവും. നമ്മുടെ DBMS ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റ് മെഷീനിലും ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് വഴിയോ എങ്ങനെയെങ്കിലും ഈ 2 മെഷീനുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, so whenever a client machine makes a request to access the database present at server using a query language like SQL, the server performs the request on the database and returns the result back to the client. The application connection interface such as JDBC, ODBC എല്ലാമാണ് നമ്മൾ ഈ സെർവറും ക്ലയന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് 3 ടയർ ആർക്കിടെക്ചർ ഉണ്ട്. 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് സിസ്റ്റം സെർവറിൽ ഉണ്ടാവും, DBMS ആപ്ലിക്കേഷൻ ക്ലയന്റിലും. അപ്പം ഇതിനിടയ്ക്ക് വേറൊരു ലെയർ ഉണ്ടാവും, ഒരു പ്രോക്സി ലെയറോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ക്ലയന്റും സെർവറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെയർ വഴിയായിരിക്കും എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്. അപ്പോൾ അതാണ് 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഞാൻ ഏതെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പൊ നീഡ് ഫോർ എ ഡാറ്റാബേസ് സിസ്റ്റം, ഫയൽ ബേസ് സിസ്റ്റം, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം വെച്ചിട്ട് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് വേറെ ഇത് തന്നെ വായിക്കാനായിട്ടൊരു മടുപ്പായോണ്ടാണ് ഞാൻ വേറെ പ്രസന്റേഷൻ വെച്ചിട്ട് ചെയ്തത് കേട്ടോ. ഇപ്പൊ ഡാറ്റാബേസ് അപ്രോച്ച് എന്താണ്, റിഡക്ഷൻ ഓഫ് ഈ ടേംസ് തന്നെയാണ് ഞാൻ പറഞ്ഞതെല്ലാം. ഇന്റഗ്രിറ്റിയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസർ ഇന്റർഫേസസ്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്,
ഓക്കെ, ഇതെല്ലാം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇംപ്രൂവ്ഡ് ബാക്കപ്പ് റിക്കവറി, സപ്പോർട്ട് ഫോർ കൺകറന്റ് ട്രാൻസാക്ഷൻസ്. പിന്നെയുള്ളത് ഈ 3 ലെവൽ ആർക്കിടെക്ചർ. ഇപ്പം ഇത് തന്നെയായിരുന്നു ഞാനും കാണിച്ച ഇമേജ് അല്ലെ. എക്സ്റ്റേണൽ വ്യൂ, അതുപോലെ കൺസെപ്ച്വൽ അല്ലെങ്കിൽ ഫിസിക്കൽ വ്യൂ. അപ്പൊ ഇത് പറഞ്ഞിരുന്നു. പിന്നെ നീഡ് ഫോർ ദിസ് വൺ. പിന്നെയുള്ളത് ഇത് പറഞ്ഞില്ല. അതായത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് തീരുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഞാൻ പറഞ്ഞു. അതായത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഇത് വെച്ച് തന്നെ പറയാം. അതായത് ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ, അതായത് ഡാറ്റ എൻട്രി ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസ്. അതായത് അത് റിലേറ്റഡും ഇന്റർ കണക്റ്റഡും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം. ഏറ്റവും താഴെ യു ക്യാൻ സി ഡാറ്റ ഫയൽസ്. അതായത് ഡാറ്റ നമ്മൾ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുവാണ്. യു ക്യാൻ സി എ ഡാറ്റ ഡിക്ഷണറി ഹിയർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടന്റ് കാണാമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് ഓപ്പൺ ചെയ്താൽ മതി. പേജ് 9 ആയിരിക്കും. കാണാലല്ലേ? അപ്പൊ അതിവിടെ യു ക്യാൻ സി എ ഡാറ്റ ഡിക്ഷണറി. ഡാറ്റ ഡിക്ഷണറി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഡിക്ഷണറി എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡിക്ഷണറിയിൽ എന്താ ഉള്ളത്? വേർഡിന്റെ കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ മീനിങ്, അതിന്റെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ, അതിന്റെ വേരിയസ് ഫോംസ് അല്ലെ. അതായത് അതിന്റെ അഡ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വേർബ് ഏതാണ്, നൗൺ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ആ ഒരു ഡിക്ഷണറിക്കകത്ത് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഡാറ്റയുടെ ഡിക്ഷണറിയിൽ അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ആ ഡാറ്റയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ ഓണർ ആരാണ് അത് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ ടൈം എപ്പോഴാണ്, അത് ആരൊക്കെ മോഡിഫൈ ചെയ്തു, ആരൊക്കെ അത് ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങളാണേലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഫയലോ എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി അതിനകത്ത് കുറെ യൂസേഴ്സ് ഉണ്ട്, ജനറൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ക്വറി, ദെൻ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇവരെല്ലാം ആക്സസ് ചെയ്യുന്നത് പല വഴിക്കാണ്. ജനറൽ യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴിയാണ് ആക്സസ് ചെയ്യുന്നത്. അതേസമയം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസോ സിസ്റ്റം കോൾസ് വഴിയായിരിക്കും ഇത് ആക്സസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, നടുക്കത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് അതിന്റെ ഒരു കോർ പോർഷൻ ആണ് ആക്ച്വലി. ക്വറി പ്രോസസ്സറിലേക്ക് ഡയറക്റ്റ് ക്വറീസ് നമുക്ക് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റാബേസ് സ്കീമയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഡാറ്റാബേസ് സ്കീമ ഇതുപോലെ തന്നെ നമുക്ക് DDL കമ്പൈലർ, DML കമ്പൈലർ അല്ലെ പ്രീ കമ്പൈലർ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം അതൊക്കെ എന്താന്ന്. ഇപ്പം ഇതുപോലെ ഈ ഒരു സ്ട്രക്ചർ ഇപ്പൊ തൽക്കാലം ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, അതായത് പല മൊഡ്യൂൾസ് ഉണ്ട് ഇതുപോലെ. പ്രീ കമ്പൈലർ എന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലെ നമുക്ക് ശരിക്കും 2 സെറ്റ് ഓഫ് ലാംഗ്വേജസ് ഉള്ള ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും. അപ്പം ഈ DML ചെയ്യുന്നത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ DML സ്റ്റേറ്റ്മെന്റ്സിനെ എന്താ ഒരു
ഈ DML സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനകത്തൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതിനെ നോർമൽ പ്രൊസീജിയർ കോൾസ് ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അതുപോലെ പ്രീ കമ്പൈലർ ഇന്ററാക്ട്സ് വിത്ത് ദ ക്വറി പ്രോസസ്സർ in order to generate the appropriate code. അതുപോലെ തന്നെ നമുക്ക് DDL കമ്പൈലർ ഉണ്ട്, അതായത് ഡാറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ക്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെ കൺവേർട്ട് ചെയ്യുവാണ് ഇത് ചെയ്യുന്നത്. ഫയൽ മാനേജറാണ് ഈ ഡിസ്കിൽ സ്പേസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഡാറ്റാബേസ് മാനേജർ ഉണ്ട്, അതായത് ലോ ലെവൽ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ക്വയറീസും ഒക്കെ തമ്മിലുള്ള എന്താ പറയാ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് ആണ് ഈ ഡാറ്റാബേസ് മാനേജർ ചെയ്യുന്നത്. ഡാറ്റാബേസ് മാനേജർ കുറെ കാര്യങ്ങൾ ചെയ്യും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതായത് ഇന്ററാക്ഷൻ വിത്ത് ഫയൽ മാനേജർ, ഇന്റഗ്രിറ്റി എൻഫോഴ്സ്മെന്റ്, സെക്യൂരിറ്റി എൻഫോഴ്സ്മെന്റ്, ബാക്കപ്പ് ആൻഡ് റിക്കവറി, കൺകറൻസി കൺട്രോൾ. ഓക്കെ, അപ്പം അതെല്ലാം ഡാറ്റാബേസ് മാനേജറിന്റെ വേരിയസ് റോൾസ് ആണ്. ഇനി ഈ ഡാറ്റാബേസ് മാനേജറിന് കുറെ കമ്പോണൻസ് ഉണ്ട്, ഓതറൈസേഷൻ കൺട്രോൾ, കമാൻഡ് പ്രോസസ്സർ, ഇന്റഗ്രിറ്റി ചെക്കർ, ക്വറി ഒപ്റ്റിമൈസർ, ട്രാൻസാക്ഷൻ മാനേജർ, അതെല്ലാം. അപ്പം ആ കമ്പോണൻസ് ആണ് അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊന്ന് നോക്കണം കേട്ടോ. പിന്നെ വരുന്നത് കൊമേഴ്ഷ്യൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ ആണ്. കൊമേഴ്ഷ്യൽ അതായത് ബേസിക്കലി നമുക്ക് DBMS ആർക്കിടെക്ചറിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ബാക്ക് എൻഡ് ആണ് ഈ ഫിസിക്കൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതായത് അത്യാവശ്യം മാപ്പിങ്ങിനും എല്ലാത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഈ ബാക്ക് എൻഡ് ആണ്. ഇനി അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബാക്ക് എൻഡ് ആണ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആണ്, അതായത് DBMSന്റെ മേളിൽ റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ജാവ ആകാം, PHP ആകാം, പൈതണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആകാം. അതിപ്പം ചിലപ്പം DBMSന്റെ വെണ്ടർ തന്നെ തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, അപ്പം യൂസർ ഓൾവേസ് വിൽ ഇന്ററാക്ട് വിത്ത് ദ ഫ്രണ്ട് എൻഡ് ആൻഡ് മേ നോട്ട് be even aware that the backend exists. The interaction is done through applications and utilities, which are the main interface to the DBMS for most users. And there are 3 main sources of applications and utilities for a DBMS: vendor applications and utilities, user applications, third-party applications. ഇങ്ങനെ ഡിഫറെന്റ് എണ്ണാണുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസ് യൂട്ടിലിറ്റീസ് നമുക്ക് ഇതുപോലെ കമാൻഡ് ലൈൻ ഇന്റർഫേസ്. കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ക്രിയേറ്റ് ടേബിൾ നെയിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം, വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനാണ് നമ്മൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറയുക. അതേസമയം GUIs ഉണ്ട്, അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ടേബിളിന്റെ പേര് മാത്രം കൊടുത്താൽ മതി, അടുത്ത് എത്ര കോളം വേണം, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇന്റർഫേസസ് വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ബാക്കപ്പ് അല്ലെങ്കിൽ റിസ്റ്റോർ യൂട്ടിലിറ്റീസ് ഉണ്ട്, ലോഡ് അൺലോഡ് യൂട്ടിലിറ്റീസ് ഉണ്ട്, റിപ്പോർട്ടിംഗ് യൂട്ടിലിറ്റീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഡാറ്റ മോഡൽസ് ആണ്. മോഡൽസ് ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞായിരുന്നു. അത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്.
നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് റിലേഷണൽ ആൻഡ് ER മോഡൽസ്. മടുത്തോ? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നോർമലൈസേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലെസൺസ് ആണ് യൂണിറ്റ് 2ഉം യൂണിറ്റ് 3. ഹലോ, എന്താ ജിബിൻ എന്തെങ്കിലും പറഞ്ഞതാണോ? ഇല്ല മിസ്, ഒന്നുമില്ല. ഓക്കെ. അപ്പം ഒന്നുകിൽ ഞാൻ ഇവിടം തൊട്ട് നാളെ എടുക്കാം, ഇപ്പൊ വേറെ ഏതെങ്കിലും ടോപ്പിക് എടുക്കാം. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നോർമലൈസേഷൻ വരുന്നത്. നിങ്ങൾ മടുത്തായിരിക്കുന്നെങ്കിൽ പക്ഷെ തീരത്തുമില്ല. അപ്പം 10 മണിക്ക് ഇത് നിർത്തണ്ടേ. അപ്പം ഒന്നുകിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല ഇതിന്റെ കുറച്ച് പോർഷൻസ് എടുക്കാം ഇപ്പം, എന്നിട്ട് ER ഡയഗ്രവും ഇതും കൂടെ നാളെ എടുക്കാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നിങ്ങളിങ്ങനെ സംസാരിക്കാത്തവരാണോ? മതി മിസ്, നാളെ എടുത്താൽ മതി. ഡയഗ്രാം. So let me start with this one. അതായത് റിലേഷണൽ മോഡൽ, അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കാം നമുക്ക് ആദ്യം ഒന്ന്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഡൊമെയിൻ, ആട്രിബ്യൂട്ട്, ടപ്പിൾ, റിലേഷൻ, സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, അങ്ങനത്തെ കുറെ കാര്യങ്ങളും പിന്നെ കൺസ്ട്രെയിൻസും ആണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഉള്ളത് റിലേഷണൽ ആൾജിബ്ര, അതെല്ലാം ആണ്. ഓക്കെ, ഞാനത് okay. So you can see structure of relational databases. A relational database, it consists of collection of tables. അപ്പം ഒരു ടേബിളിൽ എന്താണേലും ഒരു യുണീക്ക് ആയിട്ടൊരു നെയിം കാണും. ഓക്കെ, അപ്പം വി ഹാവ് അൻ ഇൻസ്ട്രക്ടർ ടേബിൾ വിച്ച് സ്റ്റോഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻസ്ട്രക്ടേഴ്സ്. കേൾക്കാമല്ലേ? ഓക്കെ.
അപ്പം ഇൻസ്ട്രക്ടർ ടേബിൾ ഉണ്ട്. സോറി, അതിനകത്ത് ഇൻസ്ട്രക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ ടേബിളിൽ നിങ്ങൾക്ക് കാണാം 4 കോളം ഹെഡിങ്സ് ആ ഉള്ളത്. ID, നെയിം, ഡിപ്പാർട്ട്മെന്റ് നെയിം, സാലറി, അങ്ങനെ 4 ഹെഡിങ്സ് ആ ഉള്ളത് അല്ലേ. അപ്പം 4 കോളം ഹെഡേഴ്സ് ആ ഉള്ളത്. ഓരോ റോയ്ക്കും നമുക്കറിയാം. അതായത് ഇപ്പം 10101 അത് അവിടെ നമ്മൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് ഉള്ളത്. അയാളുടെ ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അയാളുടെ സാലറി 65,000 ആണ്. അയാളുടെ ID ആണ് 10101. ഓക്കെ. Instructor, each row of this table records information about an instructor. Instructor table stores information consisting of instructor's ID, name, department name and salary. ഇതാണ് ഇൻസ്ട്രക്ടർ റിലേഷൻ വരിക. അപ്പൊ ഇങ്ങനെ നമ്മൾ ടാബുലർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഇതിന് പറയുന്ന പേരാണ് ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. In a relational model, term relation is used to refer a table. ക്ലിയർ ആണോ? അതായത് ഒരു ടേബിളിന്റെ പേരാണ് റിലേഷൻ, അല്ലെ ടേബിൾ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ടപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ട്യൂപ്പിൾ എന്ന് പറയാറുണ്ട്, അല്ലെ ടപ്പിൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് എന്നും പറയാറുണ്ട്. പിന്നെ അതുപോലെ ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞത് ഒരു കോളത്തിന്റെ പേരാണ് ആട്രിബ്യൂട്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ കണ്ടെയ്നിങ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് റോസ്. അപ്പം ഈ ഇൻസ്ട്രക്ടർ റിലേഷന് നിങ്ങൾക്ക് അറിയാം 12 റോസ് ആണുള്ളത്, അല്ലെ 12 ഇൻസ്ട്രക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസ്റ്റൻസ് ഓഫ് ഇൻസ്ട്രക്ടർ ഹാസ് 12 ട്യൂപ്പിൾസ് കറസ്പോണ്ടിങ് ടു 12 ഇൻസ്ട്രക്ടേഴ്സ്. അപ്പൊ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആട്രിബ്യൂട്ടിന് പെർമിറ്റഡ് ആയിട്ടുള്ള വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് ഡൊമെയിൻ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ ഈ ഇമേജിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് ടേബിൾ ഇസ് ഓൾസോ കോൾഡ് ആസ് റിലേഷൻ. ഇനി അതുപോലെ തന്നെ ഇത് കസ്റ്റമർ ID ഒരു ആട്രിബ്യൂട്ട് ആണ്, കസ്റ്റമർ നെയിം ഒരു ആട്രിബ്യൂട്ട് ആണ്, സ്റ്റാറ്റസ് ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, അപ്പം ഇത് നോക്കിയേ കാണാം അല്ലേ, കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ് ഇത്. അതായത് കസ്റ്റമർ ID ഒരു കോളം ആണ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ആണ്, കസ്റ്റമർ നെയിം ഒരു കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ആണ്, സ്റ്റാറ്റസും ഒരു കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ആണ്. എത്ര കോളം ഉണ്ടോ ഒരു റിലേഷനിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി. ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി. ഇനി ഇതെന്ന് പറയുന്നത് അതായത് എന്താ ഒരു റോ അല്ലെങ്കിൽ ഒരു ടപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് 3 ടപ്പിൾസ് ആണ് ഉള്ളത്. അപ്പം ടപ്പിൾ ഓർ റോ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് നമ്മൾ പറയുന്ന പേരാണ് കാർഡിനാലിറ്റി. ഓക്കെ, ഇനി ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അതായത് നൾ വാല്യൂസ് എന്നുവെച്ചാൽ നൾ വാല്യൂസ് സമ്മതിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നെയിം അവിടെ മസ്റ്റ് ആയിട്ടും വന്നിരിക്കണം. ഇനി പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് കീ ആണ്. അത് നമുക്ക് നാളെ കാണാതെ എങ്ങനെയാന്നുള്ളത്. അപ്പം നാളെ അല്ല, നാളെ കഴിഞ്ഞ്. ഓക്കെ, കസ്റ്റമർ ID അങ്ങനെ നമ്മൾ ഇതുപോലത്തെ നമ്പേഴ്സ് എല്ലാം ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Structure of relational databases. For all relations R, the domains of all attributes of R be atomic. അതായത് ഇൻഡിവിസിബിൾ യൂണിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ വാല്യൂ ദാറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദ വാല്യൂ ഇസ് അൺനോൺ ഓർ നോട്ട് എക്സിസ്റ്റ്. അപ്പം നമുക്ക് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. സപ്പോസ് ആൻ ഇൻസ്ട്രക്ടർ ഡസ് നോട്ട് ഹാവ് എ ഫോൺ നമ്പർ അറ്റ് ഓൾ, പക്ഷെ എന്താ, ഓർ ദാറ്റ് ടെലിഫോൺ നമ്പർ ഇസ് അൺലിസ്റ്റഡ്. അങ്ങനത്തെ കേസിൽ നമ്മൾ നൾ വാല്യൂ ആയിരിക്കും അവിടെ ഇടുക. അടുത്തത് ഡാറ്റാബേസ് സ്കീമയാണ്.
ഓക്കെ, നെക്സ്റ്റ് സ്കീമ, ഇൻസ്റ്റൻസ്. ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് പറഞ്ഞതാണ്, ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്കീമ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ ലോജിക്കൽ ഡിസൈൻ ഓഫ് ദ ഡാറ്റാബേസ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഷോട്ട് ഓഫ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻസ് ഇൻ ടൈം. നെക്സ്റ്റ് വരുന്നത് കീസ് ആണ്. ഇപ്പൊ നമ്മൾക്ക് മുമ്പത്തെ ഇതിനകത്ത് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സ്റ്റാറ്റസ്. ഇനി അതല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെന്റ് നെയിം, സാലറി. ഓക്കെ, ഇങ്ങനത്തെ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യാം. ഇതിനെല്ലാം എനിക്ക് ഓരോ കീ ആയിട്ട് യൂസ് ചെയ്യാം. ഐ ഡി എന്ന് പറഞ്ഞൊരു കീ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്ന ഒരു കീ ആയിട്ട് എടുക്കാം, ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറയുന്നത് ഒരു കീ ആയിട്ട് എടുക്കാം. അതായത് ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, അത് ഒരു എൻറ്റിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ആട്രിബ്യൂട്ടുകളെ ആണ് നമ്മൾ കീസ് എന്ന് പറയുന്നത്. So super key is a set of one or more attributes that taken collectively allow us to identify uniquely a tuple in the relation. അപ്പോൾ എനിക്ക് എല്ലാ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എല്ലാ കോളമിനെ എനിക്ക് കീ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ റിലേഷനിലെ ടപ്പിളിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ്, അത് ഒരെണ്ണാകാം, ഒന്നിൽ കൂടുതൽ അതിന്റെ കോമ്പിനേഷൻ ആകാം. ഓക്കെ, example, the ID attribute of the relation instructor is sufficient to distinguish one instructor tuple from another. Thus, ID is a super key. The name attribute of instructor, on the other hand, is not a super key because several instructors might have the same name. A super key may contain extraneous attributes. മിനിമൽ സൂപ്പർ കീസിനാണ് നമ്മൾ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഐഡിയും നെയിമും അതിന്റെ കോമ്പിനേഷന് വേണമെങ്കിൽ എനിക്ക് സൂപ്പർ കീ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും നെയിം വെച്ചിട്ട് ഒരു റിലേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അനു എന്ന് പറയുന്ന ആള് ചിലപ്പം ഒന്നിൽ കൂടുതൽ ഒരു ക്ലാസ്സിൽ കാണാം, അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കാണാം. അതേസമയം എംപ്ലോയി നമ്പറും നെയിമും അത് രണ്ടും കൂടെ ഒരേപോലെ വരത്തില്ല രണ്ടുപേർക്ക് ഒരിക്കലും, അല്ലെ. നെയിം ഒരേപോലെ വരാം, പക്ഷെ നെയിമും ഇതും കൂടെ ഒരുപോലെ വരുന്നവര് കുറവായിരിക്കും, അല്ലെ. കുറവായിരിക്കും എന്നല്ല, അങ്ങനെ വരത്തില്ല. അപ്പം അതിനാണ് നമ്മൾ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സൂപ്പർ കീ എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ടർ റിലേഷന് ഉള്ള ഒരു സൂപ്പർ കീയുടെ കോമ്പിനേഷൻ ആണ് ഐ ഡി ആൻഡ് നെയിം. A combination of name and department is sufficient to distinguish among members of the instructor relation. Then both ID and name or department name are candidate keys. Combination ID and name does not form a candidate key since ID alone is a candidate key. ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീ ഡാറ്റാബേസ് ഡിസൈനർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഒറ്റ കീ മതി അതിനകത്ത് ഇതെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ റെക്കോർഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കീക്കാണ് നമ്മൾ എന്ത് പറയാ, പ്രൈമറി കീ എന്ന് പറയുന്നത്. So primary key എന്ന് പറഞ്ഞാൽ it is a unique identifier for which record in a database table. അതായത് ഡാറ്റ ഇന്റഗ്രിറ്റിയും അതുപോലെ തന്നെ ഡാറ്റ റിട്രീവലിനെയൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത് പ്രൈമറി കീ എന്ന് പറയുന്നത് ഇപ്പം എന്താണോ വാല്യൂ, ആ വാല്യൂ ഒരിക്കലും അടുത്ത റോയിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, യുണീക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ നൾ വാല്യൂസ് അത് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീയെ പാടുള്ളൂ.
അതുപോലെ തന്നെ പ്രൈമറി കീ വാല്യൂ ഒരിക്കൽ സെറ്റ് ചെയ്താൽ ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പാടില്ല. ഓക്കെ. നമുക്ക് MySQL-ഉം PostgreSQL-ഉം ഒറാക്കിളിലും എല്ലാത്തിലും നമുക്ക് പ്രൈമറി കീ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എ കീ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് an entire relation rather than of individual tuple. Primary key should be chosen that its attribute values are never or rarely changed. A relation may include among its attributes the primary key of another relation, say R2. അപ്പം അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ കീ. അതായത് നമുക്കെല്ലാം പാസ്പോർട്ട് ഉണ്ട് അല്ലെ. ഞാനിപ്പം US ചെല്ലുവോ അല്ലെ കാനഡയിലേക്ക് ചെല്ലുവാണെങ്കിൽ ഞാൻ ഇവിടെ എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, ഞാൻ അവിടെ എനിക്ക് ഇവിടുത്തെ നാഷണാലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ വേറൊരു കൺട്രി ചെന്നാൽ ഞാൻ അവിടെ ഫോറിനർ ആണ്. എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് എന്റെ പാസ്പോർട്ടും അല്ലെങ്കിൽ എന്റെ വിസയും എല്ലാം ഉണ്ട്, പക്ഷെ അവിടെ ഐ വിൽ ബി ട്രീറ്റഡ് ആസ് എ ഫോറിനർ. ഇനി അവിടുത്തെ ഒരു സിറ്റിസൺ ഇവിടെ വന്നു കഴിഞ്ഞാലോ, അവിടെ സിറ്റിസൺഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വരുമ്പം ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ ഫോറിനർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ടേബിളിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പ്രൈമറി കീ ഉണ്ട്. ഇനി ഈ പ്രൈമറി കീ ഉള്ള ഒരു ടേബിളിനെ വേറൊരു ടേബിളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പം അവിടെ ഇവിടുത്തെ പ്രൈമറി കീനെ വിളിക്കുന്ന പേരാണ് foreign key. Okay, so the relation R1 is also called the referencing relation of the foreign key dependency, and R2 is the referenced relation of the foreign key. നമുക്ക് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. അതായത് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ മാസ്റ്റർ ടേബിളിലും ചൈൽഡ് ടേബിളും മാസ്റ്റർ ടേബിളിൽ ഇല്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും അവിടെ റെഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ മാസ്റ്റർ ടേബിളിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല ചൈൽഡ് ടേബിളിൽ ഡാറ്റ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്, നമുക്ക് ഡൊമൈൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓരോ ഫീൽഡിലും നമുക്ക് ഏജ് എന്ന് പറയുന്നത്, ഇപ്പൊ മുമ്പേ നമ്മള് സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, നെയിം, ഏജ് 0 കഴിഞ്ഞും ഗ്രേറ്ററേ ആകാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു മാട്രിമോണി സൈറ്റ് ആണെങ്കിൽ ജെൻഡർ അല്ലെ 18-ഉം 21 അങ്ങനല്ലേ, ഫീമെയിൽ ആണെങ്കിൽ 18, മെയിൽ ആണെന്നുണ്ടെങ്കിൽ 21, അങ്ങനല്ലേ ഇയർ പറഞ്ഞേക്കുന്നേ. അപ്പം അങ്ങനത്തെ കൺസ്ട്രെയിന്റുകൾ നമുക്ക്, അതായത് ഡൊമൈൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിന് എടുക്കാവുന്ന പോസിബിൾ വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതല്ലാതെ വേറൊരു വാല്യൂ അതിനകത്ത് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് നെയിം എൻറ്റർ ചെയ്യാവുന്നൊരു ഫീൽഡിൽ ഒരിക്കലും നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് അവിടെ വരാൻ പാടില്ല. ടെലിഫോൺ നമ്പർ എൻറ്റർ ചെയ്യുന്നിടത്ത് ഒരിക്കലും ഒരു ക്യാരക്ടർ വരാൻ പാടില്ല. അപ്പം ടെലിഫോൺ നമ്പറിന്റെ ഫീൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പിൻകോഡിന്റെ ഒക്കെ ഫീൽഡ് ആണെങ്കിൽ അതിനകത്ത് 0 to 9 മാത്രമേ അവിടെ നമ്മൾ പെർമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ എവ്രി ആട്രിബ്യൂട്ട് is bound to have a specific range of values. For example, age cannot be less than 0 and telephone numbers cannot contain a digit outside 0 to 9. ഇത് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ആണ്. ഇപ്പം ഇവിടെ ഗൂഗിൾ, അതായത് ഈ 1 എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് അല്ലെ. അപ്പം ഇവിടെ ആ 1, അതായത് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ 1നെ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ 2 എന്ന് പറഞ്ഞ ഇല്ലാന്ന് വെക്കുക, അപ്പൊ എനിക്ക് ഐ കനോട്ട് സ്പെസിഫൈ 2 ഹിയർ. അതായത് അങ്ങനെ ഒരു കസ്റ്റമർ മെയിൻ ടേബിളിൽ ഇല്ലാതെ എനിക്ക് ഒരിക്കലും അതിനെ ഇൻവോയ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ്. റിലേഷണൽ ഓൾജിബ്രയും കൂടെ എടുത്തിട്ട് ഞാൻ നിർത്താവേ. എൻറ്റിറ്റി ഡയഗ്രാം നാളെ എടുക്കാം, കാരണം കണ്ടിന്യൂറ്റി
പൊക്കോട്ടെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ടേബിളുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. റിലേഷൻസ് are operands and the result of an operation is another relation. Okay, so it is a collection of operations on relations. അതായത് കുറെ ഓപ്പറേഷൻസ് ഉണ്ടാവും, അതില് നമുക്ക് എന്താ I'll be getting some results also. അപ്പം റിലേഷണൽ ഓൾജിബ്രിക് ഓപ്പറേഷൻസ് നമുക്ക് സെറ്റ് ഓറിയന്റഡ് ഓപ്പറേഷൻസും അല്ലെങ്കിൽ റിലേഷണൽ ഓറിയന്റഡ് ഓപ്പറേഷൻസും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പം സെലക്ട്, പ്രൊജക്ട്, റീനെയിം, ജോയിൻ, ഡിവിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിലേഷണൽ ഓറിയന്റഡ് ഓപ്പറേഷൻസ് ഉണ്ട്. സെറ്റ് ഓറിയന്റഡ് നമ്മളിത് മാത്സിൽ പഠിക്കുന്നതാണ്. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് ഇത് സെറ്റ് ഓറിയന്റഡ് ഓപ്പറേഷൻസ്. അപ്പൊ നമുക്ക് റിലേഷണൽ ഓൾജിബ്രയിൽ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തത് നമ്മുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്താ യൂണറി ഓപ്പറേഷൻസ് എന്ന് പറയും. അപ്പം ബൈനറി എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് റിലേഷനിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാ. യൂണറി എന്ന് പറഞ്ഞാല് ഒറ്റ റിലേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ സെലക്ട്, പ്രൊജക്ട്, റീനെയിം ഇതെല്ലാം യൂണറി ഓപ്പറേഷൻ ആണ്. അത് ഒറ്റ റിലേഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സെലക്ഷൻ അതിന്റെ സിമ്പൽ ആണ് സിഗ്മ. It selects a subset of tuples from a relation that satisfies some condition. അപ്പം അതിന്റെ സിൻടാക്സ് ആണ് ദാ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ റിലേഷന്റെ പേര് എഴുതും, ഇവിടെ നമ്മൾ കണ്ടീഷൻ പറയും, ഇതാണ് നമ്മുടെ സിമ്പൽ. ഓക്കെ, അപ്പോ സെലക്ട് എന്നുള്ള അതായത് അതിൽ നിന്ന് അത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്നാണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റ അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, so for select operation sigma, condition, attribute name or any condition, relation is a table. അപ്പം ഇതൊരു സെലക്ട് ഓപ്പറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് SID, SNAME, SADDRESS, phone number. അപ്പൊ നമ്മൾ select those rows of the student relation where SADDRESS is Sagar. SADDRESS എന്ന് പറയുന്നത് ഈ ആട്രിബ്യൂട്ട് ആണ്. അപ്പം സാഗർ എന്ന് പറയുന്ന അഡ്രസ് ഉള്ള ആൾക്കാർ മാത്രം അല്ലെ, ഈ രണ്ട് റെക്കോർഡ് മാത്രമായിരിക്കും എനിക്ക് റിസൾട്ട് ആയിട്ട് വരേണ്ടത് അല്ലെ. അപ്പൊ നമ്മള് കൺസ്ട്രെയിന്റ് കൊടുക്കേണ്ടത് എന്താണ്, കണ്ടീഷൻ കൊടുക്കേണ്ടത് എന്താണ്, SADDRESS is equal to സാഗർ. നമ്മുടെ ഓപ്പറേഷൻ സെലക്ട് ആണ്, ഇത് കണ്ടീഷൻ, ഇതാണ് നമ്മുടെ റിലേഷൻ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ രണ്ട് ഫീൽഡ്, രണ്ട് റെക്കോർഡ്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഹലോ ഹലോ, പോയോ എല്ലാരും? ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ഓപ്പറേഷൻ ആണ്. സെലക്ട് ഓപ്പറേഷൻ നമ്മൾ അതിനകത്ത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുവാണ്. സോ ഇവിടെ ഇതാണ് സിൻടാക്സ് വരിക. സെലക്ട് ഓപ്പറേഷൻ, വി ഹാവ്
we are using some conditions and it is applied on some relation R. A condition C can be made up of any combination of comparison or logical operators that operate on the attributes of R. Comparison operators, അതായത് എന്താ ഇതുപോലെ ലെസ് ദാൻ or equal to, greater than or equal to, greater than, equal to, not equal to. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. അതായത് ആൻഡ്, ഓർ, നോട്ട്, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസും ഓപ്പറേറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എക്സാമ്പിൾസ് ആണ് ഇത്. ഇതിന്റെ മീനിങ് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് പേഴ്സൺ എന്ന് പറയുന്ന റിലേഷനിലാണ്. ID greater than 3000 or hobby is equal to painting. നമ്മളിവിടെ രണ്ട് ലോജിക്കൽ ഓപ്പറേഷൻ ആയി യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും നമ്മളിവിടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 3000 അല്ലെങ്കിൽ ആണ് ഓർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഹോബി പെയിന്റിങ്. ഇനി ID ഗ്രേറ്റർ ദാൻ 3000 ഓർ ഹോബി ഇസ് ഈക്വൽ ടു പേഴ്സൺ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഓർ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി ID ഗ്രേറ്റർ ദാൻ 3000 ആൻഡ്, അടുത്തത് ആൻഡ്, കണ്ടോ? ഇനി ഇത് നോട്ടാണ്. നോട്ട് ഹോബി ഇസ് ഈക്വൽ ടു ഡാൻസിങ്. അപ്പം അതല്ലാത്തത് മാത്രം വരും. ക്ലിയർ ആണോ? അത്രയും. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളം മാത്രം എനിക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അതായത് പ്രൊജക്ട് രജിസ്റ്റർ നമ്പർ ഓഫ് സ്റ്റുഡന്റ്. അപ്പൊ എന്നാ ചെയ്യുന്നേ? ഇത് നമ്മുടെ പൈ സിമ്പിൾ ആണിത്, പൈ രജിസ്റ്റർ നമ്പർ. അപ്പം ഈ രജിസ്റ്റർ നമ്പർ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. കൺസിഡർ ഇതാണ് നമ്മുടെ സ്റ്റുഡന്റ് ടേബിള്. രജിസ്റ്റർ നമ്പർ, ബ്രാഞ്ച്, സെക്ഷൻ. രജിസ്റ്റർ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എന്ന് മാത്രം കൊടുക്കുവാണെങ്കിൽ രജിസ്റ്റർ നമ്പേഴ്സ് മാത്രം ഇതുപോലെ ലിസ്റ്റ് ചെയ്യാം. ബ്രാഞ്ചും സെക്ഷനും ആണെങ്കിൽ ഇതുപോലെ ബ്രാഞ്ചും സെക്ഷനും മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഇനി രജിസ്റ്റർ നമ്പർ സെക്ഷൻ ഓഫ് ECE സ്റ്റുഡൻസ്, അങ്ങനെയാണെങ്കിൽ എന്നാ കൊടുക്കണ്ടേ? രജിസ്റ്റർ നമ്പർ വേണം. സെക്ഷൻ ഏതാ? ബ്രാഞ്ച് ECE. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അത് പ്രൊജക്ട് ചെയ്യുന്നു. ഇതിന്റെ കോമ്പിനേഷനും ഒക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പൊ പ്രൊജക്ഷൻ നമ്മൾ ഇതുപോലെ പൈ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. സബ്സെറ്റ് ഓഫ് കോളംസ് ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഇതിന്റെ സിന്റാക്സ് ആണ് ഇതുപോലെ. ഇനി അതുപോലെ നമുക്ക് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാനായിട്ട് നമുക്ക് ഈ റോ എന്നുള്ള ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരെണ്ണം എനിക്കിപ്പം ഇതിപ്പം നെയിമും ഡിപ്പാർട്ട്മെന്റും അല്ലേ, ഇതിനെ റീനെയിം ചെയ്തിരിക്കുവാണ്. നെയിം 1, നെയിം 2. കണ്ടോ ഇവിടെ കാണാം. അതായത് പഴയ നെയിമും പുതിയ നെയിമും അല്ലേ? ഇനി അതുപോലെ ഡിവിഷൻ ഓപ്പറേഷൻ ഉണ്ട്. ഒരു റിലേഷനെ വേറൊരു റിലേഷൻ വെച്ചിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് റിസൾട്ട് ഇതുപോലെ കിട്ടും. അതായത് ഇത് ഫസ്റ്റ് റിലേഷൻ, ഇതിനെ ഞാൻ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാം A1 A2 അല്ലേ? ഇത് ഇതായി പോവും. പിന്നെ ആയിട്ട് ഏതാ ഉള്ളത്? ഈ A4ന്റെ അല്ലേ നേരെയുള്ള B1 കാണും. അതുപോലെ പിന്നെ ഏതാ? A3 പോകത്തില്ലേ? അത് ശരിക്കും ഇത് B4 ഇവിടെ വരേണ്ടത്. അതാണ് ഇവിടെ B4 വന്നേക്കുന്നത്. ഡിവിഷൻ ഓപ്പറേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് റിലേഷണൽ അഡീഷണൽ ഓപ്പറേഷൻസ് ആണ്. അതായത് സെറ്റ്, ഇന്റർസെക്ഷൻ, ജോയിൻ, അസൈൻമെന്റ്, ഔട്ടർ ജോയിൻ. അതിൽ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം കോമൺ ആയിട്ടുള്ളത് അല്ലെ, കോമൺ ആയിട്ടുള്ള ടപ്പിൾസ് രണ്ട് റിലേഷനിലും ഉള്ളത് അത് മാത്രം ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ R ഇന്റർസെക്ഷൻ S എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് രണ്ടെണ്ണം Rഉം Sഉം, ഇതിനകത്ത് രണ്ടിനകത്തും ഉള്ളത് ഏതാന്ന് വെച്ചാൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെ വരും. രണ്ടിലും ഉള്ളത് സാലി ഗ്രീൻ 28, ഇതാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അത് ഇതുപോലെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ജോയിൻ ഉണ്ട്, അത് ഞാനിപ്പോ എടുക്കുന്നില്ല.
നെക്സ്റ്റ് വരുന്നത് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് ജോയിൻ ആണ്. ആറും എസും ഉണ്ട്. ഇതിനെ മൊത്തത്തിൽ ഇതുണ്ട്, ഇതിന് രണ്ടിനെയും കൂടെ ഇതങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുക, കണ്ടോ? അതിനാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ജോയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതില് കുറെ എണ്ണം ഉണ്ട്, ഇല്ലേ അതുകൂടെ പറഞ്ഞേക്കാം. നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇഫ് ദർ ഇസ് എ കോമൺ ആട്രിബ്യൂട്ട് ബിറ്റ്വീൻ ദ റിലേഷൻ, നമുക്ക് ജസ്റ്റ് രണ്ടിനെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് വെക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താ നാച്ചുറൽ ജോയിൻ എന്ന് പറയുക. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് തീറ്റ ജോയിൻ അല്ലെങ്കിൽ കണ്ടീഷൻ ജോയിൻ ആണുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ അതിനെ ജോയിൻ ചെയ്യുന്നു. എ ബി സി ഡി ഇതിനെ നമ്മൾ ജോയിൻ ചെയ്തേക്കുവാണ്. എ ഗ്രേറ്റർ ദാൻ സി അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇത് ചുമ്മാ നാച്ചുറൽ ജോയിൻ ആണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, എ ഗ്രേറ്റർ ദാൻ സി. അതിനെയാണ് നമ്മളിവിടെ എസിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, തീറ്റ ജോയിൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഔട്ടർ ജോയിൻ ഉണ്ട്. അതിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ട്, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇവിടം തൊട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, എനി ഡൗട്ട്സ്? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഒന്നുമില്ലായിരിക്കും അല്ലേ? Okay then. Thank you. Good night.